ഭീകരതയുടെ ആഗോള ഭൂപടത്തിൽ കാശ്മീരിന്റെ പേര് എപ്പോഴും കറുത്ത അക്ഷരങ്ങളാൽ അടയാളപ്പെടുത്തുന്നു. അവിടെ ചോരയുടെയും കണ്ണീരിന്റെയും കണക്കുകൾക്ക് പിന്നിൽ ഒളിപ്പിച്ചുവെച്ച ഭീകര സംഘടനകളിൽ ഏറ്റവും മാരകമായ ഒന്നാണ് മുഹമ്മദിന്റെ സേന എന്നർത്ഥം വരുന്ന ജെയ്ഷ് ഇ മുഹമ്മദ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ മതപരമായ ആദർശങ്ങളെ ആയുധമാക്കി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രത്യേകിച്ചും കാശ്മീരിലെ സ്ഥിതിഗതികളെ കീഴ്മേൽ മറിക്കാൻ ശ്രമിക്കുന്ന ഈ സംഘടന കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നു. എന്താണ് ജെയ്ഷ് ഇ മുഹമ്മദ്? അതിൻ്റെ ഉത്ഭവം എങ്ങനെയായിരുന്നു? എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇതിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചത്? ജെയ്ഷ് ഇ മുഹമ്മദിന്റെ ചരിത്രം ഒരു വ്യക്തിയുടെ മോചനവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ സ്ഥാപകനായ മസൂദ് അസർ. ഈ സംഘടനയുടെ പിറവി 1999 കുപ്രസിദ്ധമായ ഇന്ത്യൻ എയർലൈൻസ് വിമാനം IC-814 റാഞ്ചൽ സംഭവവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1999 ഡിസംബറിൽ കാഠ്മണ്ഡുവിൽ നിന്ന് ദില്ലിയിലേക്ക് വന്ന വിമാനം റാഞ്ചുകയും താലിബാൻ നിയന്ത്രിത അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിൽ ഇറക്കുകയും ചെയ്ത തീവ്രവാദികൾ തടവിലായിരുന്ന മസൂദ് അസറിന്റെ മോചനമായിരുന്നു പ്രധാനമായി ആവശ്യപ്പെട്ടത്. ഒരു യാത്രക്കാരനെ ക്രൂരമായി കൊലപ്പെടുത്തിയതോടെ ഇന്ത്യൻ സർക്കാർ സമ്മർദ്ദത്തിന് വഴങ്ങുകയായിരുന്നു. അങ്ങനെ മസൂദ് അസറിനെയും ഒമർ സയ്യിദ് ഷെയ്ഖ്, അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ്, അഹമ്മദ് സർഗർ എന്നിവരെയും മോചിപ്പിച്ചു. ഈ മോചിതരായ ഭീകരരെ പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെ അതായത് ISIയുടെ സഹായത്തോടെ പാകിസ്ഥാനിലേക്ക് കടത്തിവിട്ടു എന്ന് കരുതപ്പെടുന്നു. ഹർക്കത്ത് ഉൽ മുജാഹിദീൻ പോലെയുള്ള മുൻ ഭീകര സംഘടനകളിൽ ബന്ധമുള്ളവരെ ഉൾപ്പെടുത്തി ISIയുടെ പിന്തുണയോടെ ജെയ്ഷ് ഇ മുഹമ്മദ് എന്ന പുതിയ ഭീകര പ്രസ്ഥാനത്തിന് അസർ പാകിസ്ഥാനിൽ രൂപം നൽകി. പാകിസ്ഥാനിലുടനീളം നടന്ന ധനശേഖരണ പരിപാടികളിലൂടെ അസർ ഒരു വിജയശ്രീ ലാളിതനായി അവതരിപ്പിക്കപ്പെട്ടു. ഇത് പുതിയ സംഘടനയ്ക്ക് വൻ പ്രചോദനമായി. ഒരു ഭീകരനെ മോചിപ്പിക്കാനായി തുടങ്ങിയ ഒരു സംഘടന ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ ഭീകര ശക്തിയായി വളരുന്നത് ചരിത്രത്തിലെ ഒരു ഇരുണ്ട അധ്യായമാണ്. ജെയ്ഷ് ഇ മുഹമ്മദിന്റെ പ്രഖ്യാപിത ലക്ഷ്യം കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തി ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ്. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി അവർ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിൽ നിരവധി ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ തന്ത്രങ്ങൾ പ്രധാനമായും 3 രീതിയിലാണ്. പ്രചാരണം വഴി മതപരമായ ആദർശങ്ങൾ ദുരുപയോഗം ചെയ്ത് യുവാക്കളെ ആകർഷിക്കുകയും ജിഹാദ് എന്ന ആശയം ഉപയോഗിച്ച് ഇന്ത്യക്കെതിരെ പോരാടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. പ്രധാന ആക്രമണങ്ങൾ വഴി ഇന്ത്യൻ സൈനിക സ്ഥാപനങ്ങളെയും തന്ത്രപരമായ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന് 2001 ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം, 2016 പത്താൻകോട്ട് ആക്രമണം, 2019 പുൽവാമ ചാവേർ ആക്രമണം. കൂടാതെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഭീതിയും അരക്ഷിതാവസ്ഥയും സൃഷ്ടിച്ച് സർക്കാരിനെതിരെ തിരിക്കാനായി ഭയം വളർത്താൻ എന്ന ആശയവും ഉപയോഗിക്കുന്നു. ഇന്ത്യൻ സുരക്ഷാ സേനയും ജനങ്ങളും ഏറ്റവും ഭീകരവും മാരകവുമായ സംഘടനയായി ജെയ്ഷ് ഇ മുഹമ്മദിനെ കണക്കാക്കുന്നതിൻ്റെ കാരണം അവരുടെ ആക്രമണങ്ങളുടെ രീതിശാസ്ത്രത്തിലെ ക്രൂരതയും മാരകമായ ഫലങ്ങളുമാണ്. 2002 പാകിസ്ഥാൻ ജെയ്ഷ് ഇ മുഹമ്മദിനെ നിരോധിച്ചതായി പ്രഖ്യാപിച്ചു. എന്നാൽ ഈ നിരോധനം കേവലം കടലാസിലൊതുങ്ങിയ ഒരു പ്രഖ്യാപനം മാത്രമായിരുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദങ്ങളെ മറികടക്കാൻ പാകിസ്ഥാൻ നടത്തിയ ഒരു താൽക്കാലിക തന്ത്രമായിട്ടാണ് ഈ നടപടിയെ ഇന്ത്യ കാണുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം നിരോധനത്തിന് ശേഷവും സംഘടന പാകിസ്ഥാനിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നുണ്ട്. പേരുകൾ മാറ്റിയും മറകൾ ഉപയോഗിച്ചും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മറവിലും അവർ ധനശേഖരണവും റിക്രൂട്ട്മെന്റും പരിശീലനവും തുടരുന്നു. ഇത് അന്താരാഷ്ട്ര സമൂഹത്തെ കബളിപ്പിക്കുന്ന ഒരു നടപടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകരാജ്യങ്ങൾ ഈ ഇരട്ടത്താപ്പ് തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായി ജെയ്ഷ് ഇ മുഹമ്മദ് ഒരു ആഗോള ഭീഷണിയായി കണക്കാക്കപ്പെട്ടു. ഓസ്ട്രേലിയ, കാനഡ, ഇന്ത്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ബ്രിട്ടൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളും ഏറ്റവും പ്രധാനമായി ഐക്യരാഷ്ട്രസഭയും ജെയ്ഷ് ഇ മുഹമ്മദിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനം വഴി സംഘടനയുടെ ആസ്തികൾ മരവിപ്പിക്കാനും യാത്രാവിലക്ക് ഏർപ്പെടുത്താനും ആയുധങ്ങൾ ലഭിക്കുന്നത് തടയാനുമുള്ള അന്താരാഷ്ട്രപരമായ നിയമപരമായ അടിത്തറ രൂപപ്പെട്ടു. ജെയ്ഷ് ഇ മുഹമ്മദിന്റെ ഭീകരതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2019 പുൽവാമ ചാവേർ ആക്രമണം. 40-ലധികം കേന്ദ്ര റിസർവ് പോലീസ് സേനാംഗങ്ങളുടെ ജീവനെടുത്ത ഈ ആക്രമണം ഇന്ത്യ പാക് ബന്ധത്തെ ഏറ്റവും വഷളാക്കിയ ഒരു സംഭവമാണ്. ഒരു പ്രാദേശിക കാശ്മീരി യുവാവിനെ ചാവേറാക്കി ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ തന്ത്രം കാശ്മീരിലെ യുവാക്കളെ ഭീകര പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ജെയ്ഷ് ഇ മുഹമ്മദിന്റെ ശ്രമങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ ആക്രമണം കാശ്മീർ താഴ്വരയിൽ അവരുടെ പ്രവർത്തനം തുടരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന നൽകി. മാത്രമല്ല ജെയ്ഷ് ഇ മുഹമ്മദിന്റെ ഭീകര പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാനിൽ നിന്നുള്ള പിന്തുണയുണ്ടെന്ന ഇന്ത്യയുടെ വാദത്തിന് ഇത് വീണ്ടും ബലം നൽകുകയും ചെയ്തു.
ജെയ്ഷ് ഇ മുഹമ്മദിനെ പോലെയുള്ള സംഘടനകൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സമാധാനത്തിന് എന്നും വലിയ ഭീഷണിയായാണ് വിലയിരുത്തുന്നത്. ഈ വെല്ലുവിളിയെ നേരിടുന്നതിന് പല തലത്തിലുമുള്ള സമീപനം അനിവാര്യമാണ്. ഒന്നാമതായി, അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റങ്ങളെ ഫലപ്രദമായി തടയുന്നതിലൂടെയും രഹസ്യാന്വേഷണ ഏജൻസികളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലൂടെയും സുരക്ഷാപരമായ വെല്ലുവിളികളെ നേരിടണം. രണ്ടാമതായി, ഭീകരവാദികൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായം തടസ്സപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി ആഗോള ഭീകര ധനസഹായ ശൃംഖലകൾ തകർക്കുകയും സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ മരവിപ്പിക്കുകയും ചെയ്യണം. അവസാനമായി, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി, ജിഹാദിൻ്റെ പേരിൽ യുവാക്കളെ വഴിതെറ്റിക്കുന്ന തീവ്രവാദ ആശയങ്ങളെ നിയമപരമായും സാംസ്കാരികപരമായും ചെറുക്കുകയും കാശ്മീരിലെ ജനങ്ങൾക്ക് ഭീകരതയില്ലാത്ത ഒരു മെച്ചപ്പെട്ട ഭാവി ഉറപ്പാക്കുകയും ചെയ്തുകൊണ്ട് ആദർശപരമായ പോരാട്ടം തുടരേണ്ടതുണ്ട്. ജെയ്ഷ് ഇ മുഹമ്മദ് ഉയർത്തുന്ന വെല്ലുവിളികൾ ലഘുവല്ല. കാശ്മീരിലെ ജനങ്ങളെ ഇന്ത്യയിൽ നിന്ന് അകറ്റി ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന അവരുടെ ലക്ഷ്യം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഭീകര പ്രസ്ഥാനത്തെ വേരോടെ പിഴുതെറിയാൻ കേവലം സൈനിക ശക്തി മാത്രം പോരാ, മറിച്ച് രാഷ്ട്രീയപരമായ ഇച്ഛാശക്തിയും അന്താരാഷ്ട്ര സഹകരണവും, ഏറ്റവും പ്രധാനമായി തീവ്രവാദത്തിലേക്ക് വഴിമാറിപ്പോകുന്ന യുവാക്കളെ തിരികെ കൊണ്ടുവരാനുള്ള സാമൂഹിക ഇടപെടലും അനിവാര്യമാണ്. ഇന്ത്യയുടെ സമാധാനപരമായ ഭാവിക്ക് ജെയ്ഷ് ഇ മുഹമ്മദിനെ പോലെയുള്ള ഭീകര ശക്തികളുടെ ഇരുണ്ട അധ്യായം എന്നേക്കുമായി അടച്ചുപൂട്ടേണ്ടതുണ്ട്.